IT പാർക്കുകളിൽ മദ്യശാല തുടങ്ങുന്നതിനുള്ള നിർദ്ദേശത്തിന് നിയമസഭാ സമിതിയുടെ അംഗീകാരം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് ശേഷം നടപടികൾ ആരംഭിക്കും. പ്രതിപക്ഷ MLA-മാരുടെ എതിർപ്പ് മറികടന്നാണ് സർക്കാരിന്റെ നീക്കം. സെയ്ഫ് സൈൻ ലാബ്ദീൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. സെയ്ഫ്, എന്താണ് വിശദാംശം? അത് കഴിഞ്ഞ മദ്യനയത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തെ IT പാർക്കുകളിൽ മദ്യം വിതരണം ചെയ്യാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തത്. ഇതിൽ അബ്കാരി നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരണമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിയമ ഭേദഗതി കൊണ്ടുവന്ന സമയത്ത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ എതിർപ്പുണ്ടായി. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും K ബാബുവുമാണ് പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഇതോടുകൂടി വിഷയം സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തു. സബ്ജക്ട് കമ്മിറ്റി നിർദ്ദേശങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്തു. അപ്പോഴും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ എതിർപ്പുണ്ടായി. ആ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ അല്ലെങ്കിൽ എക്സൈസ് വകുപ്പ് തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾക്ക് സബ്ജക്ട് കമ്മിറ്റി അംഗീകാരം നൽകിയത്. ഈ വർഷം തന്നെ സംസ്ഥാനത്തെ എല്ലാ IT പാർക്കുകളിലും മദ്യം വിതരണം ചെയ്യാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. 10 ലക്ഷം രൂപ ലൈസൻസ് ഫീസ് ഈടാക്കണമെന്നുള്ളതായിരുന്നു IT വകുപ്പിന്റെ നിർദ്ദേശം. എന്നാൽ എക്സൈസ് വകുപ്പ് പറഞ്ഞത് 20 ലക്ഷം രൂപ ആക്കണമെന്നുള്ളതായിരുന്നു. എക്സൈസ് വകുപ്പിന്റെ നിർദ്ദേശമാണ് അംഗീകരിക്കപ്പെട്ടത്. 20 ലക്ഷം രൂപയ്ക്കായിരിക്കും ലൈസൻസ് നൽകുന്നത്. രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെ ആയിരിക്കും മദ്യം വിതരണം ചെയ്യുന്നത്. അതായിരിക്കും അതിൻ്റെ ഒരു പ്രവർത്തന സമയം. ജീവനക്കാർക്ക് ജോലി സമയത്ത് മദ്യപിക്കണമോ വേണ്ടോ എന്ന കാര്യത്തിൽ അതാത് കമ്പനികൾക്ക്, ഏത് കമ്പനിക്കാണോ ലൈസൻസ് നൽകുന്നത് അതാത് കമ്പനികൾക്ക് തീരുമാനമെടുക്കാമെന്ന നിർദ്ദേശം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പുറത്തു വരുന്നതിന് അവസാനിക്കുന്നതിന് പിന്നാലെ തന്നെ ഇതിൻ്റെ തുടർ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയും ചെയ്യും. ബാറുകൾക്ക് അവിടെ ലൈസൻസ് നൽകി മദ്യം വിതരണം ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരിക്കില്ല. ഓരോ കമ്പനികളുടെയും വാർഷിക വിറ്റുവരവ് നോക്കിക്കൊണ്ട് വർഷങ്ങൾ പ്രവർത്തന പരിചയമുള്ള കമ്പനികൾക്കായിരിക്കും ലൈസൻസ് നൽകുന്നത്. പുറത്തു നിന്ന് ആൾക്കാർക്ക് മദ്യം വിതരണം ചെയ്യാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. എന്തായാലും 6-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം കഴിയുന്നതിൻ്റെ മുറയ്ക്ക് ഇതിൻ്റെ തുടർ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കും. നിഷാദ്. ശരി. സെയ്ഫ് സൈൻ ലാബ്ദീൻ, തിരുവനന്തപുരത്ത്.